11-ാമത്തെ ദിവസം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇതിനെക്കൂടി ഭക്ഷണ പരിപാടി ഇല്ലാന്ന് വരെ എന്താണ് ഈ 75 ഹാർഡ് നമുക്ക് മനസ്സിലായ കാര്യം നമ്മുടെ ഡോപ്പമർ റിലീസിനെ കുറിച്ചിട്ടാണ്. അങ്ങാടി ടെക്നാ സ്റ്റുഡിയോ നമ്മുടെ സീറ്റോമേ കഴിഞ്ഞാൽ നേരെ കോഴിപ്പടുത്തിട്ടാണ് സ്റ്റാർബക്സിന് മുകളിലെ സ്ക്രീൻ അറിയാം. എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ കയറി ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം. നമ്മുടെ സ്വന്തം മില്യൻഡോർസിന്റെ അടിപൊളി ഒരു വെള്ളി. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 11-ാമത്തെ ദിവസം നമ്മളെ 10 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ 10 ദിവസം അടിപൊളി കുറച്ച് ടെക്കൊരു ഹാർഡും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ നമ്മൾ മാക്സിമം പിടിച്ചെന്ന് നല്ല കംപ്ലീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ. ഇന്ന് ശനിയാഴ്ച അടിപൊളി വിശേഷങ്ങളുണ്ട്. ചെക്കന്മാരോട് പുറത്തിറങ്ങുമ്പോൾ ഒക്കെപ്പാട് അടിപൊളി ദിവസമുണ്ട്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കാം. ഇന്ന് ആദ്യം ഫസ്റ്റ് ടാസ്ക് ജിമ്മിലേക്ക് പോവാം. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എന്തായാലും ചെയ്യണം. പിന്നെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തിട്ടാ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നേരെ ജിമ്മിലേക്ക് പോവാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. പിന്നെ ഇതാ ഫസ്റ്റ് ബോട്ടിൽ വെള്ളം ഇതാ പകുതി ആയിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നേരെ ജിമ്മിലേക്ക് ഇടുക. അപ്പം എന്തായാലും ജിമ്മിലെത്തിയിട്ട് കാണാം. രാവിലെ എണീച്ച് ഇങ്ങനെ റൈഡ് അടിക്കുമ്പോൾ അവിടുത്തെ ആ ക്ലൈമറ്റും ആ അറ്റ്മോസ്ഫിയറും ഫുൾ പോസിറ്റീവ് മൈൻഡാണ്. ടോട്ടലി നമുക്ക് ആ ദിവസം മൊത്തം ഒരു അടിപൊളിയായ മാതിരി തോന്നും. മട്ടി പിടിച്ചിങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങി എണീച്ച് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് എനിക്ക് ഇത്രയൊക്കെ മാറാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും. നിങ്ങളാരും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു. രാവിലെ എണീക്കാൻ എന്ത് ചെയ്തിട്ട് എനിക്കൊണ്ട് പറ്റിയില്ല. ഒരു മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ 75 ഹാർഡ് ഞാൻ വാശിക്ക് എടുക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങിയത് ബാക്കി. എന്നെക്കൊണ്ട് പറ്റണ പരിപാടി ഇല്ലയെന്ന് വരെ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കും. രാവിലെ എണീക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. രാവിലെ ഒന്ന് എണീക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. നമ്മുടെ ചെറുക്കനതാ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ജിമ്മത്തെ ഓളിനോളിട്ട് കൂടെ വെക്കണേ. ഏതാ ചിരി, ആ ചിരിക്ക് കൊടുക്കണം. ഓനിതാ വണ്ടിക്ക് ഒന്ന് ഓട്ടിയോ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഗീറിടാൻ സമ്മതിച്ചില്ല. ഒന്ന് സ്റ്റാർട്ടാക്കി ഓൻ കുറച്ചൊന്ന് നോക്കി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക് കയറി. ഇതാ ഈ കാണാണ് നമ്മളെ മെയിൻ കോച്ച് ബിഗേട്ടൻ, നമ്മളെ സ്വന്തം ബിഗേട്ടൻ. അതൊരു ഉള്ളിലുണ്ട് എന്നാണ് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ട്. ഇനിതാ വയസ്സിനായിരുന്നു കളി. നല്ല അടിപൊളിയായിട്ട് കളിയായി. കളിയൊക്കെ തീർത്ത് ഞങ്ങൾ നല്ല വീട്ടിലേക്ക് വിട്ടാണ്. ഇനി വീട്ടിലെ വിശേഷങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അങ്ങനെ നേരെ വീട്ടിലെത്തി നമ്മുടെ സ്ഥിരം പ്രോട്ടീൻ റിച്ച് സാധനങ്ങളൊന്നും അടിച്ച് തീർക്കാച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റാക്കി. ഇപ്പം നമുക്ക് ആ പച്ച കടലേൻ്റെയും പയറിൻ്റെയും ഒന്നും ചവർപ്പൊന്നും വലിയ വിഷയമില്ല കേട്ടോ. നൈസാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ജിമ്മിലൊക്കെ പോയി ഒക്കെ സെറ്റായി. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് വർക്ക് ലീവാണ്. ഇന്ന് വീട്ടിലെ ബാക്കി പരിപാടിയൊക്കെ ബുക്ക് വായിക്കാണ്ട്, പിന്നെ ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാണ്ട് കുറച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. വീഡിയോ ബാക്കിയുള്ളത് നമ്മൾ ക്ലിയർ ഇട്ടിരിക്കണം. ഇനി കുറച്ച് ഷോർട്ട് വീഡിയോ ആക്കി എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സ് കുറച്ചിടാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു തട്ടടിക്കുന്നതിനെ കുറിച്ച്, ആ ഭാഗത്തൊരു തട്ടടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൂടി ഒന്ന് സെറ്റാക്കണം. ഇന്നത്തെ പരിപാടിക്ക് നമ്മൾ കറക്റ്റ് ഏകദേശം ചാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്ത് മൊത്തം ക്ലിയർ ആക്കണമെന്ന്. എന്തൊക്കെ വന്നാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടാർഗറ്റ്. അതൊന്ന് മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്യും. ഫസ്റ്റ് ബുക്ക് വായിക്കണം, പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യണം. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി അപ്ലോഡ് ചെയ്യണം. പിന്നെ ഷോർട്സിൻ്റെ കാര്യങ്ങൾ മാക്സിമം നമുക്ക് ക്ലിയർ ആക്കണം. ഇതുവരെയുള്ള വീഡിയോ മൊത്തം ഷോർട്സാക്കി സെറ്റാക്കി ഇടണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങാണ്ടാവും. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാം. പിന്നെ കുറേ ആൾക്കാർക്ക്, നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് എന്താണ് ഈ 75 ഹാർഡ് എന്നുള്ള സംശയം നന്നായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതിനൊന്ന് വിശദീകരിക്കണം. നല്ലൊരു ഷോർട്ട് വീഡിയോ, ചെറിയൊരു വീഡിയോ എന്തായാലും സെറ്റാക്കിയിടും. അതൊക്കെയാണ് ഇന്നിപ്പോൾ അത് ചെയ്യല്ല. നമുക്ക് നാളെ റൂമിൽ പോയിട്ട് ക്ലിയർ ആക്കി ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആവണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും സെറ്റാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്തായാലും ഇന്നത്തെ അടിപൊളി വിശേഷങ്ങളായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഇന്നത്തെ മെയിൻ ടാസ്ക് ബുക്ക് വായിക്കാനുള്ളത്, അത് വേഗം സെറ്റാക്കാം. എന്നിട്ട് ബാക്കി വെള്ളം 3ാമത്തെ ബോട്ടിൽ വെള്ളമാണ്. ഈ 2 ബോട്ടിലും വൈകുന്നേരത്തെ വാക്കിംഗ് ആണ് മെയിനായിട്ടുണ്ടാവുക ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ടാസ്കുകളൊക്കെ പക്കയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിലൊരു കോംപ്രമൈസും ഇല്ല, വിട്ടു കൊടുക്കില്ല. അത് നമ്മളെ വാശി. കാരണം ഈ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളാണ്. അത് ഒരിക്കലും ഞാൻ നശിപ്പിക്കാൻ ശ്രമിക്കില്ല. ഞാൻ എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഒരിക്കലും ഈ ശീലങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ്. അത് നമുക്ക് ഈ സംഭവം, ഈ 75 ഹാർഡ് പറഞ്ഞ ഒരു ദിവസം
കറക്റ്റ് എടുത്താൽ അതിൻ്റെ കഷ്ടപ്പാട് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചാണ്. 75 എങ്ങനെയെങ്കിലും അടിച്ചിരിക്കും, അതിലൊരു കോംപ്രമൈസും ഇല്ല. അത് നമ്മുടെ ഒരു വാശി തന്നെയാണ്. ഇന്ന് നമ്മൾ വായിച്ച പോർഷൻ നമുക്ക് മനസ്സിലായ കാര്യം നമ്മുടെ ഡോപ്പമിൻ റിലീസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഫോൺ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ ആയ മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഡോപ്പമിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി, ഇത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു സന്തോഷം മാത്രമാണെന്ന് മനസ്സിലാക്കി നമ്മളെ ബേസിക്, നമ്മളെ മെയിൻ നീഡ് എന്താണോ ആ നീഡിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഹാബിറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ടാസ്ക് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മളെ സ്ഥിര റൂട്ട് തന്നെയാണ്. ഇതാ രാജ ഗേറ്റ് കഴിഞ്ഞ് നേരെ ഫറോ കോളേജ് വഴി ഇങ്ങനെ പോവാണ്. ഈ കാണുന്ന നമ്മുടെ ഫറോ കോളേജിലെ മെയിൻ അങ്ങാടി, ടെക്നാ സ്റ്റുഡിയോ, നമ്മുടെ സീറ്റോമേ എല്ലാതും. പിന്നെ നമ്മുടെ സ്വന്തം കർണാടക കഥയൊക്കെ പറഞ്ഞ കൂടെ നടക്കണ്ടിട്ടാ. അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കോഴിക്കോടെത്തിട്ടാ. ഇത് ഫുള്ള് ഇവിടെ നമ്മളെ സ്റ്റാർബക്സിന് മുകളിലെ സ്ക്രീൻ, അത് എമ്മാതിരി ക്ലാരിറ്റി അറിയാം. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇന്നും പിന്നെ നമ്മൾ അക്ഷയ് രാഹുൽ തന്നെ കൂടെ ഉള്ളത് ആ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് സ്റ്റാർബക്സിലേക്ക് നോക്കിയിട്ട്. എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ കയറിയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിച്ച് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഫുഡ് കഴിക്കാൻ വരണം. അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും ചെക്കന്മാരോട് പറയും ഈ കാര്യം. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഫൈനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം. എന്നിട്ട് വേണം ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് ചായ അടിക്കുക. പിന്നെ ഇവിടെ ഫുള്ള് നമ്മുടെ സ്വന്തം മില്യൺ ഡോളേഴ്സിൻ്റെ പരസ്യങ്ങളാണ്. നല്ല ഓല ഐഡിയോളജിക്ക് നല്ല ഇഷ്ടമായി, വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കടപ്പുറത്ത് നമ്മളെ കാണാൻ പ്രത്യേക ഒരാൾ നിൽക്കുന്നത്, നല്ല അടിപൊളി ഒരു വെള്ളി മൂങ്ങ. ആൾ നല്ല കമ്പനിയാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക, നമ്മളെ വീഡിയോ എടുക്കണമെന്നൊരു വിഷയമില്ല. പിന്നെ രാഹുലിന് പിന്നെ എന്തിനു കിട്ടിയാലും അതിനോട് കഥ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ സ്ഥിര ഏർപ്പാടാണ്. കുറേ അതിനെ കയ്യെ കാട്ടി എന്തൊക്കെയോ കഥയൊക്കെ പറയണ്ടായിക്കൊണ്ട്. ഒരു പ്രത്യേക തരം ജീവിതമാണ് അല്ലേ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി. നമ്മളെ ടാസ്കുകളൊക്കെ ടിക്ക് ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയ ഡോപ്പമിൻ റിലീസ് ഇതാ ഇപ്പോഴാണ് കിട്ടുക. അപ്പോൾ എല്ലാ ടാസ്കുകളും ടിക്ക് ചെയ്യുമ്പോൾ സെൽഫി എടുത്ത്, വർക്കൗട്ട് രാവിലത്തെ കഴിഞ്ഞ് 4 ലിറ്റർ വെള്ളം കുടിച്ച്, ഹെൽത്തി ഫുഡായിരുന്നു, 10 പേജ് ബുക്ക് വായിച്ചു, വൈകുന്നേരത്തെ വാക്കിങ് സെറ്റാക്കി, വീഡിയോ അപ്ലോഡ് ചെയ്ത്. ഓഫ്, അത് വേറെ മൂഡ് തന്നെയാണ്. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്നും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം.